സെക്സും വയലൻസും ഈ രണ്ടിൻ്റെയും ഒരു മാർക്കറ്റ് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു സാധനം കൺസീവ് ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് എൻ്റെ കിളി പോയി. അതായത് അത്രയും അശ്രദ്ധയോടുകൂടി ഈ സിനിമയെ നോക്കി കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡിനെ ക്രാക്ക് ചെയ്യുന്ന രീതിയിൽ ഈ സിനിമ അങ്ങോട്ട് മാറും. ആരെ കെട്ടിക്കാനാ ഒരു സിനിമ റിലീസ് ചെയ്ത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിരുവോണത്തിൻ്റെ അന്ന് തന്നെ പോയി കുത്തിയിരുന്ന് കണ്ടതിന് ശേഷം വന്ന ആ സിനിമയെക്കുറിച്ച് 2 വാക്ക് പറയുമ്പോൾ ആ സിനിമയുടെ ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ന്യൂസ് വാല്യൂ കൊണ്ട് തന്നെ 10 പേര് ഈ വീഡിയോ കാണുകയും ചെയ്യും, യൂട്യൂബിൽ നിന്ന് 10 കാശ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതല്ലാതെ ഈ റിവ്യൂ എന്ന് പറയുന്ന ആരെയും കെട്ടിക്കാനല്ല. ഞാനീ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേക്കുക കമൻ്റായിട്ട്. ഇപ്പോൾ ടോക്സിക്കാണ് സബ്ജക്റ്റ്. ഇപ്പോൾ ടോക്സിക് എന്ന സിനിമയെക്കുറിച്ചുള്ളൊരു റിവ്യൂ പറയുന്നതിന് മുമ്പേ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഷെയർ ചെയ്യുന്നതിന് മുന്നേ ഈ സിനിമയെക്കുറിച്ച് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡാണ്. എനിക്ക് ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡ് ഭയങ്കരമായിട്ട് വർക്കായി. ഇപ്പോൾ സിനിമയെക്കുറിച്ച് എനിക്ക് കുറച്ചും കൂടെ വിശദമായിട്ട് സംസാരിക്കണം. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് ആദ്യം ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കോണ്ടന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. അതൊരാളിങ്ങനെ നറേറ്റ് ചെയ്യുന്ന കണക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കൊരു 40s, അതായത് 1940s ഗോവ. അപ്പോൾ ആ ഗോവയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസ് ഇൻവേഷനുള്ള ഗോവയാണ്. ഇപ്പോൾ ഈ പോർച്ചുഗീസ് ഗാങ്സ്റ്റേഴ്സിനെയൊക്കെ വെറുപ്പിക്കുന്ന മറ്റൊരു ഗാങ്സ്റ്റർ, അതൊരൊറ്റ ആളാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറാണ് ഈ സിനിമയുടെ കോർ. അതങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുക, ആ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ തന്നെ ഇവർക്ക് ഏതാണ്ട് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ മൂവി വേണ്ടി വന്നു. ഇപ്പോൾ ഈ ഫസ്റ്റ് ഹാഫ് ഫുൾ ആ ക്യാരക്ടറിനെ അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്നതിൽ ഒരുപാട് ശോകമായിട്ടാണ് എനിക്ക് തോന്നിയത്. എങ്കിലും ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു വേൾഡ് ബിൽഡിങ്, അത് KGF കണ്ട മാതിരിയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഫുൾ VFX CG ഒക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡീനഗാണ് ഇതിനകത്ത് VFX ചെയ്തിരിക്കുന്നത്, ആദ്യം എഴുതി കാണിക്കുന്നുണ്ടത്. അപ്പോൾ അവരുടെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഈ സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. മേ ബി അത് ബഡ്ജറ്റിൻ്റെ കുറച്ച് കോംപ്രമൈസസ് ഉണ്ടായിരുന്നിരിക്കാം. എങ്കിലും ഡീനഗ് എന്ന് പറയുമ്പോൾ ആ ടീമിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി എന്തായാലും ഈ സിനിമയുടെ ആ ഒരു ടെക്നിക്കൽ സൈഡിൽ കിട്ടിയിട്ടുണ്ട്. രാജീവ് രവിയാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ. അതായത് ഗീതു മോഹൻദാസ് ഇതിൻ്റെ ഡയറക്ടർ കം റൈറ്ററുടെ ഹസ്ബൻഡാണ്. ഞാൻ എടുത്തു പറയാൻ കാരണം ഈ CG VFX ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു വേൾഡ് ബിൽഡിങ്ങിന് കൊടുത്തിരിക്കുന്ന ആ ഒരു കളർ ടോണിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് അവർ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കളർ ടോൺ, ആ ഒരു ലൈറ്റിംഗ് ഒക്കെ പിടിച്ച് ചെയ്യുക എന്ന് പറയുന്നത് നല്ലൊരു സിനിമാറ്റോഗ്രാഫറെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. എന്തായാലും ആ ഒരു സംഭവം സിനിമയ്ക്കകത്ത് എനിക്ക് വർക്കായി. പിന്നെ ഇത്രയും വലിയൊരു ബഡ്ജറ്റുള്ളൊരു മൂവിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബാക്ക് ബോണായിട്ട് നിൽക്കേണ്ടത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറായിരുന്നു. അതൊരു ഗോവയുടെ പശ്ചാത്തലമൊക്കെ വെച്ചുകൊണ്ട് രവി ബാസറൂർ നന്നായിട്ട് ചെയ്യേണ്ടതാണ്. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് മാത്രം കൊണ്ട് കാര്യമില്ല. ഇതിൻ്റെ ഒരു അറ്റ്മോസ് മിക്സിങ്, അതായത് തിയേറ്ററിനകത്ത് ആ അറ്റ്മോസിൽ കിട്ടേണ്ട ഒരു സൗണ്ട് എഫക്റ്റ്, അത് ഈ സിനിമയ്ക്കകത്ത് ഭയങ്കര വീക്കായിട്ട് തോന്നി. മേ ബി ഞാനിത് കണ്ട തിയേറ്ററിൻ്റെ ആ ഒരു ഓഡിയോ സിസ്റ്റത്തിൽ വന്ന എന്തെങ്കിലും എററാണോ എന്ന് സംശയമുണ്ട്. അപ്പം ഞാൻ കുറച്ച് ബാക്കിലായിട്ടാണ് ഇരുന്നത്. അപ്പോൾ അവിടെ എനിക്ക് എത്രത്തോളം ഒരു സൗണ്ട് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. ഈവൻ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിലും അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ടോപ്പിലത്തെ ചാനലിലായിരുന്നാലും സൈഡ് ചാനൽ സ്പീക്കേഴ്സിലൊന്നും അത്രത്തോളം കേൾക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ സിനിമയുടെ തമിഴ് വെർഷനാണ് കണ്ടത്. മാത്രമല്ല തിയേറ്ററിൽ വലിയ ഓഡിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രണ്ടിലോട്ടുള്ള സീറ്റ്സൊക്കെ ഒഴിഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് വന്ന ഒരു സെൻറ്ററിലൊക്കെ വന്നിരുന്നപ്പോഴത്തേക്ക് ആ സൗണ്ടിൻ്റെ ഒരു ഇമ്മേഴ്സീവ്നെസ് ഫീൽ ചെയ്ത് തുടങ്ങി. ഇത്രയും ബഡ്ജറ്റുള്ളൊരു സിനിമയെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ നന്നായിട്ട് അറ്റ്മോസിലൊക്കെ മിക്സ് ചെയ്യുന്ന എക്സ്പേർട്സിനെ കൊണ്ട് ഈ സിനിമ മിക്സ് ചെയ്യിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ MR രാധാകൃഷ്ണ സാറൊക്കെയാണ് മിക്സ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ ആ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ, ആ ഒരു തിയേറ്ററിലൊരു ഓളം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമായിരുന്നെന്ന് എനിക്ക് തോന്നി. പിന്നെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ ക്യാരക്ടേഴ്സിനും അവർ ഒരുക്കിയിരിക്കുന്ന ആ ഒരു കോസ്റ്റ്യൂംസ്, പ്രത്യേകിച്ച് ഈ പഴയ കാലഘട്ടം കാണിക്കുന്ന സമയത്ത് ആ പോർച്ചുഗീസുകാരുടെ കോസ്റ്റ്യൂമൊക്കെ നമ്മൾ സാധാരണ കണ്ടുവരുന്ന രീതിയിലൊന്നും അല്ല. ഓരോരോ ക്യാരക്ടേഴ്സിനെയും വളരെ ഡിഫറൻ്റായിട്ട്, വളരെ യുണീക്കായിട്ട് എടുത്ത് കാണിക്കുന്ന രീതിയിലാണ് ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും അത് ഗംഭീരമായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് സ്റ്റൺസും അതിൻ്റെ ഒരു കോറിയോഗ്രഫിയും. പക്ഷേ ഗൺ ഫൈറ്റും സ്ഫോടനമൊക്കെ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ഡീനഗിൻ്റെ CG അവർ യൂസ് ചെയ്തിട്ടുണ്ടാവണം. ആ ഒരു ലൈവ്ലി ഫീൽ ഉണ്ടെങ്കിലും പുകപടലമൊക്കെ വരുമ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം അത് കുറേയൊക്കെ CG പരിപാടിയാണെന്ന് കണ്ടിട്ട് എനിക്കങ്ങനെയൊക്കെയാണ് തോന്നിയത്. എന്തായാലും അവിടെ നല്ല ടോപ്പ് ടീമാണ് പണിയെടുത്തിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു എഫക്റ്റും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് സ്റ്റൺ കോറിയോഗ്രഫി, JJ പെരി ഫേമസ് ഫോർ ഹിസ് വർക്ക് ഓൺ ജോൺ വിക്കിലൊക്കെ പണിയെടുത്തിരിക്കുന്ന ടീമാണ് ഇതിനകത്ത് പണിയെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് യാഷിൻ്റെ ഡബിൾ റോളിലുള്ളൊരു ഫൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത്തരം സീക്വൻസുകൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഫൈറ്റ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഡീനഗിൻ്റെ സപ്പോർട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു CG പരിപാടി ഇതിനകത്ത് കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പെരിയുടെ സ്റ്റൺ കോറിയോഗ്രഫിയും കൂടെ ആയപ്പോഴത്തേക്ക് ഗംഭീര പരിപാടിയായിരുന്നു. ഞാൻ ഈ അടുത്തൊന്നും ഒരു സിനിമകളിലും ഇത്രയും നല്ല സ്റ്റൺസ് കണ്ടിട്ടില്ല, പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമകളിൽ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ
ഇതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്ന രവി ബാസ്രൂറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു ഫുൾ പൊട്ടൻഷ്യൽ ഇതിനകത്ത് കിട്ടിയിട്ടില്ല. മേ ബി പഴയ കാലഘട്ടമായതുകൊണ്ട് ആ ഒരു ഫോർമാറ്റിലാണ് പിടിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സിനിമ കൊണ്ട് നോർത്ത് ഇന്ത്യയിലുമൊക്കെ സെല്ല് ചെയ്യണമെന്നുള്ളതുകൊണ്ടായിരിക്കും വിശാൽ മിശ്രനെ കൊണ്ടാണ് 1-2 പാട്ടുകൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് നല്ല ഗംഭീരമായിട്ടുണ്ട്. എസ്പെഷ്യലി ദബാഹി എന്നുള്ള പാട്ട്, അത് വിശാൽ മിശ്ര ഏത് പാട്ട് പാടിയാലും അദ്ദേഹം കമ്പോസ് ചെയ്യുന്ന, അദ്ദേഹം തന്നെ പാടുന്ന പാട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് പറയേണ്ടതില്ല, അത് 100% ഹിറ്റായിരിക്കും. അപ്പോൾ ഈ പാട്ട് നല്ല ഗംഭീരമായിരുന്നു, അതിൻ്റെ ചിത്രീകരണവും ഗംഭീരമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഓവറോൾ ഒരു കളക്റ്റീവായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിൽ ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് മൂവി. പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ മാത്രം പെർസ്പെക്റ്റീവാണ്. ഞാൻ ഈ ടെക്നിക്കൽ സൈഡിൽ വളരെ എന്തൂസിയാസ്റ്റ് ആയതുകൊണ്ട് പറയുന്നതാണ്. ഒരു സിനിമയുടെ കോണ്ടന്റ് എനിക്ക് എത്രത്തോളം വർക്കായില്ലെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ടെക്നിക്കൽ ബ്രില്യൻസ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതുകൊണ്ടങ്ങ് തൃപ്തി അടയാറുണ്ട് പല സിനിമകളും. പക്ഷെ അതുമില്ല, ഒന്നുമില്ലാതാകുമ്പോഴാണ് നമ്മുടെ കാശ് പോയെന്നുള്ള ഒരു വിഷമം ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി ഐ എം സാറ്റിസ്ഫൈഡ്. ഇനി സിനിമയുടെ കോണ്ടന്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കി പറയാൻ, അതിനപ്പുറത്തേക്ക് എനിക്ക് പറയാനും അറിയത്തില്ല. പിന്നെ കോണ്ടന്റ് എടുത്ത് സ്പോയിൽ ചെയ്ത് പറയുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. എങ്കിലും ഗീതു മോഹൻദാസിൻ്റെ ആ ഒരു തിരക്കഥ കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആക്കണമായിരുന്നെന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് അവർ ഈ അടുത്തൊരു ഇൻ്റർവ്യൂവിലാണ്ട് പറയുന്ന കേട്ടതാണ്, ഇവർ മുൻകൂട്ടി ഈ സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ് ആയിട്ടൊന്നും എഴുതാറില്ലെന്ന്. അതായത് പുള്ളിക്കാരത്തിയുടെ മനസ്സിൽ ഈ സാധനം ഉണ്ടാവും, അതങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് പുള്ളിക്കാരത്തിയുടെ ആ ഒരു വേ ഓഫ്, അല്ലെങ്കിൽ ആ ഒരു സിനിമാറ്റിക് അപ്രോച്ച്. പക്ഷെ അത്തരത്തിലൊരു അപ്രോച്ച് പലപ്പോഴും പാളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മുടെ മനസ്സിലൊരു സാധനം ഉണ്ടെങ്കിലും, പ്രത്യേകിച്ച് ഇതിപ്പോൾ ഒരു ലോങ് ഡ്യൂറേഷനിലാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ സിനിമയ്ക്കകത്ത് എന്തോ സംതിങ് ഈസ് ദെയർ. ഒരു അഭിനയത്തിന്, അല്ലെങ്കിൽ യാഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ എന്തെങ്കിലും ഒരു സംഭവം ഇതിനകത്തുണ്ടെന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ടായിരിക്കുമല്ലോ യാഷ് ഇത്തരത്തിലൊരു മൂവി കമ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത്രയും വലിയൊരു ഡ്യൂറേഷൻ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ 2 ക്യാരക്ടേഴ്സ്, ഒരു ട്രാൻസ്ഫോർമേഷനുണ്ട്, മറ്റൊരു ക്യാരക്ടറായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 ക്യാരക്ടേഴ്സും തമ്മിൽ ഭയങ്കര ഡിഫറൻസാണ്. അവരുടെ ആ ഒരു ഓവറോൾ ഫിസിക്കായിരുന്നാലും എല്ലാം, ഹെയർസൊക്കെ ഒറിജിനൽ ഹെയർസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ താടിയും മീശയൊക്കെ അദ്ദേഹത്തിൻ്റെ ഒറിജിനലാണ്. ഇതൊന്നുമില്ലാത്ത ക്ലീൻ ഷേവ് ആയിട്ടുള്ള മറ്റൊരു യാഷിനെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് ഗംഭീരമായിരുന്നു. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെ എന്തായാലും ഒരു സമയമെടുക്കുന്ന പരിപാടിയാണ്, ഡ്യൂറേഷൻ ഉള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു സിനിമ ഇത്രയും ഡ്യൂറേഷൻ എടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹ്യൂജ് എഫേർട്ടിന് ഹാറ്റ്സ് ഓഫ്. പിന്നെ സിനിമ റേറ്റഡ് ആണ്. സെക്സും വയലൻസും ഈ രണ്ടിൻ്റെയും ഒരു മാർക്കറ്റ് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു സാധനം കൺസീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ നമുക്കറിയാം, റീസെൻ്റായിട്ട് വന്ന വയലൻസ് മൂവീസ് എല്ലാം ഹിറ്റാണ്. മേ ബി കൊറോണ ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ആളുകളുടെ ഒരു മൈൻഡ് സെറ്റൊക്കെ മാറി വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇപ്പോൾ ഇത്തരം കോണ്ടൻറ്റ്സ് അവരുടെ മൈൻഡ് സെറ്റിന് നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എങ്കിലും മേ ബി ഇത് കാണാനുള്ളൊരു ത്വര, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം, അത് തിയേറ്ററിൽ ഇത്തരം സിനിമകൾ വളരെ വെൽക്കം ചെയ്യപ്പെടുന്നു. ഇപ്പോൾ സാധാരണ വയലൻസാണ് സെല്ല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് കലാപരിപാടികളും കൂടെ സെല്ല് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ഞാൻ ഈ സിനിമേനെ അങ്ങനെ തള്ളി മറിക്കുന്നതൊന്നുമല്ല, ഞാൻ തമിഴ് വേർഷനാണ് കണ്ടത്. അത് എടുത്തു പറയേണ്ടതാണ്, കാരണം മലയാളത്തിൻ്റെ ഒരു ബൈറ്റ് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു. അതെന്തായാലും കോമഡി ആയിട്ട് തന്നെ ആയിരിക്കും ആ സിനിമ, ഫുൾ സിനിമ വാച്ച് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് തമിഴിലാകുമ്പോൾ തന്നെ നമുക്ക് പലയിടത്തും ഈ KGF പോലെ ഇങ്ങനെ ഒരു കമാൻഡ് ലൈൻ പോലുള്ള ചില ഡയലോഗ്സ് ഉണ്ട്. ഈ തിരുക്കുറലൊക്കെ പറയുന്ന പോലുള്ള ഒരു കൺക്ലൂസീവായിട്ടുള്ള ഡയലോഗ്സാണ്. അത് തമിഴിൽ എന്തായാലും നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പ്രത്യേകിച്ച് യാഷിന് തമിഴ് നന്നായിട്ട് അറിയാം. അദ്ദേഹം ചെന്നൈയിലെ കണ്ടാണ് വളർന്നതെന്നൊക്കെ ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. അതിപ്പോൾ യാഷ് എന്നല്ല, ഒരുവിധം സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ തമിഴ് നല്ല പരിചയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയലോഗ്സ് തമിഴിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ സിനിമയിൽ എന്നെ ഒത്തിരി എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്, ഈ സിനിമ എങ്ങനെ ആദ്യം ഞാൻ ഈ പറഞ്ഞ കണക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ശോകമായിരുന്നു. എങ്ങനെയെങ്കിലും കണ്ടു തീർത്തങ്ങ് പെട്ടെന്ന് തീരത്തുമില്ല, കാരണം ഇത് 3 മണിക്കൂറിൽ ഏറെ ഉണ്ട് റൺ ടൈം. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് എങ്ങനെയെങ്കിലും അരോചകമായിട്ട് ഇങ്ങനെ കണ്ടു വന്നിട്ട് ആ ഫസ്റ്റ് ഹാഫിൻ്റെ ഇൻ്റർവൽ പഞ്ച് വരുന്ന സമയത്ത് കുറച്ച് സംഭവങ്ങൾ വരും. അപ്പം എനിക്ക് എൻ്റെ കിളി പോയി. അതായത് അത്രയും അശ്രദ്ധയോടുകൂടി ഈ സിനിമയെ നോക്കി കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡിനെ ക്രാക്ക് ചെയ്യുന്ന രീതിയിൽ ഈ സിനിമ അങ്ങോട്ട് മാറും. അതായത് ആ ഒരു അശ്രദ്ധ കാരണം സിനിമയിൽ നിന്ന് ഞാൻ ഔട്ടായിപ്പോയി. അതൊരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ അത് എൻ്റെ പോരായ്മയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് സാധനമെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ സിനിമ കണ്ടാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതെവിടെയൊക്കെ ഒരു ഡയറക്ടോറിയൽ ബ്രില്യൻസ് ആയിട്ട് എനിക്ക് തോന്നി. ഇനി അതെനിക്ക് മാത്രം തോന്നിയതാണോ എന്ന് അറിയത്തില്ല. ഈ സിനിമ കണ്ട നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ബ്രില്യൻസ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻ്റായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ നിന്ന് ഈ സിനിമ അങ്ങോട്ട് ഹുക്ക് ചെയ്യാൻ തുടങ്ങി. കുറച്ചും കൂടെ ഒരു ഇമ്മേഴ്സീവായിട്ട് ആ ഒരു സിനിമയിലോട്ട് വീണ്ടും ഇന്നായി. പിന്നെ അങ്ങോട്ടുള്ള സിനിമയുടെ ജേണി കുറച്ചും കൂടെ ഒരു ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് ആയിരുന്നു. ലാസ്റ്റിലെ ഫൈറ്റും പൊട്ടിക്കലും പരിപാടികളും ഒക്കെ ആയപ്പോഴത്തേക്ക് ഓവറോൾ ഫോർ ദ പെന്നി ഇറ്റ്സ് ഓക്കെ എന്നെനിക്കൊരു ഫീല് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂവിക്ക് ഔട്ട് ഓഫ് 10 ഞാൻ
6 റേറ്റ് ചെയ്യുന്നു. ആൻഡ് ഫോർ ദ ടെക്നിക്കൽ സൈഡ് ഓഫ് ദ മൂവി ഫുൾ മാർക്സ് 10 തന്നെ റേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമാ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.